അദ്ദേഹം ചോദിച്ചത് നബാത്തി ഖുതുബയുമായി ബന്ധപ്പെട്ടാണ്. ഇതാണ് നബാത്തി ഖുതുബയുടെ ഏട്. നമ്മുടെ നാട്ടിലെ പള്ളിക്കിലൊക്കെ ഓതുന്ന ഏട്. EK പള്ളിക്കാണ് ഇപ്പോൾ ഈ കൊല്ലത്തിൽ ഓതലുള്ളത്. AP പള്ളിക്ക് ചെറിയ എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ട്. നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ ഇതിന്ന് കൈ വെച്ചിട്ട് ഇത് മൂപ്പൊന്ന് ഷോർട്ടാക്കി, ഖുതുബത്തിൻ്റെ ബാത്തിയ എന്ന ഈ ഖുതുബ മൂപ്പർ ഷോർട്ടാക്കി. പക്ഷേ ഷോർട്ടാക്കി കുറച്ച് പേജ് കൂടിയെന്നുള്ളൂ. അങ്ങനെ മൂപ്പർ ഷോർട്ടാക്കിയ ശേഷം പേജ് കൂടി. മൂപ്പർ അങ്ങനെ പറഞ്ഞത് ഷോർട്ടാക്കിയിട്ടുണ്ട്, കുറച്ചെൻ്റെ വക കുട്ടിയുണ്ട്, അത് അങ്ങനെയാണ് മൂപ്പർ ഷോർട്ടാക്കിയത്. അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നബിദിനമില്ല, അപ്പോൾ മോശമാണല്ലോ. അതുകൊണ്ട് മൂപ്പരായില്ല, അത് മാറ്റി. അപ്പോൾ AP പള്ളിയിലേക്ക് അപ്പോൾ അതാണ് ഓതൽ. ഖുതുബത്ത് നെല്ലിക്കുത്തിയാണ്. ഇവിടെ ഖുതുബത്ത് നബാത്തിയാണ് സാധാരണ ഓതൽ. ഹിജ്റ 374 മരിച്ച ഈജിപ്തുകാരനായ ഒരു നല്ല പ്രഭാഷകനായിരുന്നു ഇബ്നു നുബാത്തത്തുൽ മിസ്രി എന്നറിയപ്പെടുന്ന ആൾ. ഹിജ്റ 374. അത് ഈജിപ്തുകാരനാണ്. അദ്ദേഹം വലിയ സ്വാധീനമുള്ള പ്രഭാഷകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഖുതുബകളെ ക്രോഡീകരിച്ച് അത് പിന്നീട് ലഭ്യമായി. അതാണ് ഒരു ഏടാക്കി കൊണ്ടെടുക്കുന്നത്. അല്ലെ നബിയുടെ ഖുതുബയോ സ്വഹാബയുടെ ഖുതുബയോ താബിയുടെ ഖുതുബയോ നമ്മുടെ നാട്ടിൽ ഓതുന്നില്ല. നബിയുടെ ഖുതുബയുടെ ഭാഷ എന്ന് പറഞ്ഞാൽ അറബി എടുക്കും, ഖുതുബ ഈജിപ്തിൽ നിന്ന് എടുക്കും. അതാണ് ഇവിടുത്തെ വൈരുദ്ധ്യം. ഏതായാലും ഇതിൽ റബീഉൽ അവ്വൽ മാസത്തിൽ കൊടുത്ത 5 ഖുതുബകൾ കാണാൻ പറ്റും. അതിൽ 2 ഖുതുബ നബിതങ്ങളുടെ വഫാത്താണ്. 3 ഖുതുബ നമ്മളൊക്കെ മരിക്കുമെന്ന കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുകയുമാണ്. ഇതാണ് റബീഉൽ അവ്വലിലെ 5 ഖുതുബ. ഒരു ഖുതുബയിൽ പോലും നബിദിനവുമായി ബന്ധപ്പെട്ട ഒരു അരവരി പോലും ഇല്ല എന്നത് കാണാൻ കഴിയും. ഒന്നാമത്തെ ഖുതുബ ഖുതുബത്തുൽ ഊലാ മിൻ ശഹ്രി റബീഉൽ അവ്വൽ യുദ്കറു ഫീഹാ വഫാത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ ഖുതുബ, ഒന്നാമത്തെ വെള്ളിയാഴ്ചയുടെ ഖുതുബ നബിയുടെ വഫാത്താണ് വിഷയം. നെല്ലിക്കുത്തിന് ഖുതുബയിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച ഫീ മദ്ഹിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ മദ്ഹ് എന്നാണ്. കണ്ടന്റ് മാറ്റണ്ടോ? ഒന്നുമില്ല. കണ്ടന്റ് തമ്മിൽ മാറ്റില്ല, ഹെഡിങ് മാറ്റി ചെറിയ ചെറിയ ആഡിങ് അദ്ദേഹത്തിൻ്റെ വക ചേർക്കുകയും ചെയ്തു. അതാണ് നെല്ലിക്കുത്ത് മുസ്ലിയാർ കാട്ടിയത്. ഇതിൽ ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് പിന്നെ പറയാം അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. എന്നിട്ട് പിന്നെ പറയും ഇന്നഹു ലൈസ അഹദുൻ അക്മലല്ലാഹി മിൻ നബിയിഹി വലാ അസ്റഫ ഇൻദഹു മിൻ മുഹമ്മദിൻ നജിഹി വസഫിയിഹി വഇന്നഹു ലം യുഅഖറ ഇൻദ ഇൻഖിദാഇ മുദ്ദതിഹി വലം യുഅമ്മർ ഇൻദ ഹുദൂരി മനിയതിഹി. ജനങ്ങളെ മനസ്സിലാക്കണേ, പടച്ച റബ്ബിന് നബിയേക്കാളും മഹത്വമുള്ള റബ്ബ് സ്ഥാനം കൽപ്പിക്കുന്ന മറ്റാരുമില്ലല്ലോ. ആ നബി പോലും ആയുസ് അവസാനിച്ചപ്പോൾ പിന്നെ നീട്ടപ്പെട്ടിട്ടില്ല. മരണസമയമായപ്പോൾ ആ നബിക്ക് പിന്നെ ആയുസ് നീട്ടിക്കൊടുത്തിട്ടില്ല. വലഖദ് അതാഹു ഫീ മിസ്ലി ശഹരിക്കും ഹാദാ മിൻ റബ്ബിഹിൽ കിറാം. ഇതുപോലൊരു മാസത്തിലാണ് കൂട്ടരെ ആ നബിക്ക് മരണത്തിൻ്റെ മലക്കുകൾ വന്നത്. അൽ മുവക്കദ് നബി ഖബ്ല നുഫൂസിൽ അനാം ഫജദ്ദു ബിറൂഹി സക്കിയത ലിനഖിലുഹാ വആലജുഹാ ലിയുറഹിലുഹാ ഇലാ റഹ്മത്തിൻ വജിൽവാൻ. ഇത്തരം മാസത്തിലാണ് ആ മലക്കുകൾ വന്ന നബി റൂഹിനെ ഏറ്റുവാങ്ങി സ്വർഗീയമായ ആ ഒരു ആരാമത്തേക്ക് കൊണ്ടുപോയത്. ഫസ്തദ ലിദാലിക കർബുഹു വഅനീനുഹു വതലാദഫ ഖലഖുഹു വഹനീനുഹു واختلف بالانبساط والانقباض شماله ويمينه وعرق لهول مسره جبينه فبكى لمنظره من أبصر وانتهب لمسره من حضر فلم يدفع الجزع عنه مقدورا ولا راقب الملك فيها إلم ولا أشيرا بل انتصر ما كان به مأمورا. ആ നബിതങ്ങൾ ആ മരണവെപ്രാളത്തിൽ നബിതങ്ങളായ പ്രയാസങ്ങൾ, നബിതങ്ങളുടെ ആ സമയത്തെ നബിതങ്ങളുടെ ചലനങ്ങൾ അതൊക്കെ പറഞ്ഞിട്ട് പറയാണ് കണ്ടവരെല്ലാം കരഞ്ഞുപോയി, എല്ലാവർക്കും പ്രയാസമായി പോയി. പക്ഷേ മലക്കതൊന്നും കണക്കാക്കിയില്ല. പടച്ച റബ്ബ് എന്താണോ കൽപ്പിച്ചത് അത് അതേപടി മലക്ക് നടപ്പാക്കി. ആ നബിയാണ് ആദ്യമായി ഖബറിന് പുറത്തേക്ക് ഇറങ്ങുക. ആ നബിയാണ് ശഫാഅത്തിന് അർഹതയുള്ളാവുക. ആ നബിയാണ് ആകാശവും ഏറ്റവും കരീമായ മാന്യനായവൻ എന്നൊക്കെ നബിയുടെ ചില സവിശേഷങ്ങൾ ശേഷം പറയുന്നു. എന്നിട്ട് പറയാം അതുകൊണ്ട് ഇതാണ് നബിയുടെ അവസ്ഥയെങ്കിൽ ഇനി എപ്പോഴാ മരിക്കാന്ന് അറിയാത്ത നമ്മളൊക്കെ അവസ്ഥ എന്താണ് എന്ന് പറഞ്ഞ് നമ്മൾ ഓർമ്മിപ്പിക്കുക. പിന്നെ ولا يدري على ما يقدم ولا بما عليه في القيامة يحكم فيا خلف من قد دثر ويا بقية من قد غير ويا أسراء الأهواء ويا قرناء القنا ويا عديد الآجال ويا عبيد الآمال أما تتعظون بمصرع محمد صلى الله عليه وسلم. വെറും കേവലം പ്രതീക്ഷയുമായി സ്വപ്നങ്ങളുമായി നടക്കുന്ന മനുഷ്യ, എപ്പോഴാണ് മരിക്കുക എന്നറിയാത്ത, മരിച്ചാൽ എന്താണ് അവസ്ഥ എന്നറിയാത്ത മനുഷ്യ, പ്രതീക്ഷകളെ പിന്നാലെ മാത്രം പോവുകയാണോ? നബിതങ്ങളുടെ വഫാത്തിൽ നീ പാഠം ഉൾക്കൊള്ളുന്നില്ലേ? റബീഉൽ അവ്വൽ മാസം 1-ാമത്തെ വെള്ളിയാഴ്ച നമ്മളെ മഹല്ല് പള്ളിക്ക് മിമ്പറമെന്ന് ഖത്തീബ് ചോദിക്കുന്ന ചോദ്യമാണത്. അദ്ദേഹം പിന്നെയും ചോദിക്കും, ആ നബിയുടെ വഫാത്തിൽ നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലേ? അമാ തത്തഇദൂന ബിമസ്ഇ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ മുർസലീൻ വഇമാമിൽ മുത്തഖീൻ വഹബീബി റബ്ബിൽ ആലമീൻ അതദുന്നൂന അന്നകും ഫിദ് ദുനിയാ മുഖല്ലദൂൻ അം തഹ്സബൂന അന്നകും മിനൽ മൗതി മുഹസ്സനൂൻ സഅ മാ തതവഹമൂൻ ഹൈഹാത ഹൈഹാത ഇന്നകും ഇലൽ മഗ്റൂറൂൻ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നബി ഞങ്ങൾ വഫാത്തായിട്ട് നിങ്ങളൊക്കെ വഫാത്താവുകയില്ല എന്നാണോ വിചാരം? നിങ്ങൾ കാലാകാലം ഇവിടെ താമസിക്കുമെന്നാണോ നിങ്ങളുടെ വിചാരം? നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പാഠം ഉൾക്കൊള്ളണേ.
നിങ്ങൾക്ക് ചോദ്യമുണ്ട്, പടച്ചറബിന്റെ മുമ്പിൽ ചെല്ലാനുണ്ട്, അവിടെ ചോദ്യമുണ്ട്, മരണമുണ്ട്. അതുകൊണ്ട് നിങ്ങളതിനു വേണ്ടി ഒരുങ്ങണേ എന്ന് പറഞ്ഞ് നബി തങ്ങളുടെ വഫാത്ത് പറഞ്ഞ് ഉത്ബോധിപ്പിക്കുകയാണ് ഒന്നാമത്തെ വെള്ളിയാഴ്ച. രണ്ടാമത്തെ വെള്ളിയാഴ്ചയോ അൽ ഖുത്ബത്തു സാനിയ മിൻ റബീഉൽ അവൽ, അബിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച എന്താ? ഇദ്കുറു ഫീഹാ വഫാത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ന് നബിയുടെ വഫാത്ത് തന്നെയാണ്. രണ്ടാമത്തെ വെള്ളിയാഴ്ച നബിയുടെ വഫാത്ത് തന്നെയാണ്. ഇതേ ആശയം തന്നെ അന്ന് സ്വലാത്തും ചൊല്ലിയിട്ട് ഇതേ ആശയം അവിടെയും പറയാണ്. അയ്യുഹന്നാസ് ഉസീക്കും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ് അമ്മൽ ഫനാ ഫമാ ഇലാ ബഖാഇൻ മിൻ സബീൽ വതമ്മൽ ഖലാ ഫമാ ലിമുബ്റബിഹി തദ്ബീൽ വതമ്മ ബഹറുൽ മൗത്ത് ഫഹറ ഫീഹി ദലീൽ വഅമ്മ ഇഖ്തിതാഫൻ നാസ് ഫീ ഫഹുവ ബിഹലാകിഹാ കഫീൽ. ഇതാ വ്യാപകമായ പ്രശ്നങ്ങളാണ്, വ്യാപകമായ നാശനഷ്ടങ്ങളാണ്. മരണം ഇതാ സമീപത്തെത്തിയിരിക്കുന്നു. വലൗ റദഅൽ മൗത ശറഫുൻ അസീൽ ഔ ദഫഅൽ ഖദ്റ ഖദ്റുൻ ജലീൽ ഔ മനഅൽ ഹദറ വജ്ഹുൻ ജമീൽ ലകാന അവ്വൽ നാജിൻ ലികമാലി ഫദ്ലിഹി റസൂൽ. വല്ല സ്ഥാനം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ശ്രേഷ്ഠത കൊണ്ടോ കുടുംബം കൊണ്ടോ ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ നബി തങ്ങൾ രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ അതുണ്ടായിട്ടില്ല. ഇതുപോലൊരു മാസത്തിലാണ് കൂട്ടരെ ആ നബി തങ്ങളുടെ അവധി അവസാനിച്ചത്. وامتدت اليمين وانقبضت الشمال وتقلقلت الاعضاء والاوصال ورشح الجبين لكرب السياق. നബി തങ്ങളെ വലത്തും ഇടത്തും തമ്മിൽ കൂട്ടിപ്പിടിച്ച സമയമാണ്, വിയർത്തൊഴുകിയ സമയമാണ്, നാടി നരമ്പുകൾ പിടിച്ചു വലിഞ്ഞു മുറുകിയ സമയമാണ് ആ നബി തങ്ങൾ വഫാത്തായത്. ഇതുപോലൊരു മാസത്തിലാണ് കൂട്ടരെ എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ വഫാത്താണ് അവിടെയും പറയുന്നത്. മൂന്നാമത്തെ ഖുത്ബ പിന്നെ ഓർമ്മിപ്പിക്കുന്ന എന്താണ്? മടക്കമുണ്ട്, കാലത്തിൽ വരുന്ന മാറ്റങ്ങൾ, കാലത്തിന്റെ ക്രയവിക്രയങ്ങൾ, അതാണ് മൂന്നാമത്തെ ആഴ്ച. നാലാമത്തെ ആഴ്ചയും അതേ വിഷയം തന്നെയാണ്, തസറുഫു സമാൻ വൽ മആദ്. അഞ്ചാമത്തെ ആഴ്ച യുദ്ഖറു ഫീഹാൽ മൗത്ത് വൽ മആദ്, മരണമുണ്ട് എന്നതാണ്. റബീഉൽ അവ്വൽ 5 വെള്ളിയാഴ്ചയിലും നബിയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും ഹിജ്റ 374 മരിച്ച ഇബ്നു വാസിൽ മിസ്രി നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നെല്ലിക്കുത്ത് ഉസ്താദിന് പിന്നെ അതിനൊന്ന് മുഖ്തസറാക്കിയ ശേഷം കൂട്ടേണ്ടി വന്നത്. അപ്പോൾ അദ്ദേഹം അതിന് മദഹുൻ നബി എന്ന ഒന്നാമത്തെ വെള്ളിയാഴ്ച ചേർത്തിക്കൊടുത്തു, അല്ലെങ്കിൽ സുരക്ഷമായി പൊടിഞ്ഞു പോകുമോ എന്ന ബേജാറ് കൊണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഇതെങ്കിലും മര്യാദക്ക് അർത്ഥം വെച്ചവർ റബീഉൽ അവ്വൽ ഉസ്താദിനോട് പറയാം, ഉസ്താദ് ഈ റബീഉൽ അവ്വൽ 4 വെള്ളിയാഴ്ച 5 വെള്ളിയാഴ്ച ഉണ്ടാവുമല്ലോ, ആ 5 വെള്ളിയാഴ്ച 4 വെള്ളിയാഴ്ച നിങ്ങൾ ആ ഖുത്ബയ്ക്ക് ശേഷം ഇന്നത്തെ ഖുത്ബ മലയാളത്തിൽ പറയിച്ചാൽ മതി. ഇന്നത്തെ ഖുത്ബ പരിഭാഷ ജുമാക്ക് 10 മിനിറ്റ് നിങ്ങൾ പറയോ, ഒരു 500 രൂപ ഏറെ തരുന്നാലും വേണ്ടില്ല, നിങ്ങളൊന്ന് മലയാളത്തിൽ പറയുമെന്ന് ചോദിച്ചാൽ പിന്നെ അവിടെ നബിദിനം ആഘോഷിക്കാൻ ഒരാളും കിട്ടൂല. ഇത് മാത്രം മതി, വേറൊന്നും ആവശ്യമില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.